മറ്റൊരു ചിറ്റ്ചാറ്റിൽ ഷിജുവായിട്ടാണ് കാനഡയിൽ നിന്ന്. കനേഡിയൻ എക്കോണമിയും കനേഡിയൻ ജോലി, അതേപോലെ തന്നെ പുതിയ പ്രധാനമന്ത്രി അവിടെ വരുന്ന മാർക്കാണി സക്സസ്ഫുള്ളാണോ ഇല്ലയോ? കാരണം വല്ലാത്തൊരു ചോദ്യമാണ്. പല റിപ്പോർട്ട്സുകളും വരുന്ന അദ്ദേഹത്തിന് പഴയ പറയുന്ന പോലെ പോസിറ്റീവായിട്ടും കനേഡിയൻ എക്കോണമി മൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബ്രിട്ടനിൽ നിന്നും പ്രസിദ്ധീകരിക്കുന്ന ടെലഗ്രാഫ് പത്രത്തിൻ്റെ റിപ്പോർട്ടുണ്ട്. അതായത് അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് അവിടെ അമേരിക്കയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന പല യൂണിറ്റുകളും ലേ ഓഫിലാണ്. ഇപ്പം എന്താണ് അവിടെ ബ്രേക്ക് ത്രൂ ഉണ്ടാക്കാൻ സാധിക്കുക? അതിനെപ്പറ്റി ഷിജുവായിട്ട് ചോദിക്കാം. ഷിജു, നമസ്കാരം. നമസ്കാരം അദീപ്. ഞാൻ ആ ടെലഗ്രാഫിൻ്റെ ലിങ്ക് അയച്ചു തന്നിരുന്നു UK-ൽ. കാരണം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം വ്യക്തമായിട്ട് ക്ലിയറായിട്ട് അവർ എഴുതിയിട്ടുണ്ട്. ഈ പറയുന്ന പോലൊന്നും കനേഡിയൻ എക്കോണമി പുറകോട്ടാണ് പോകുന്നത്. ശരിക്കും ലേ ഓഫ് ഉണ്ട്. ട്രംപിനെ കൺവിൻസ് ചെയ്യാൻ പുതിയ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞിട്ടില്ല. അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട് ഈ പഴയ രീതിയിലൊന്നും പോയിട്ടില്ല. ഷിജുവിൻ്റെ അഭിപ്രായം, ഇതിന് എന്ത് പരിഹാരം ഉണ്ടാക്കാൻ പോകുന്നത് കാനഡയിൽ? കാരണം ഇഷ്ടംപോലെ ഇന്ത്യക്കാരും മലയാളികളൊക്കെ ഉണ്ട് അവിടെ. അതെ, അത് വളരെ കാര്യമായിട്ട് തന്നെയുണ്ട്. കാര്യം ഒന്നാമത്തെ കാര്യം, കനേഡിയൻ എക്കോണമി എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണലി ഒരു ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് എക്കോണമി അല്ല. നമ്മുടെ വലിപ്പം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് വലിയ ലോകത്തെ ഏറ്റവും വലിയ ലാൻഡ് ബോർഡർ ഷെയർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ലാർജസ്റ്റ് രാജ്യമാണ് റഷ്യ കഴിഞ്ഞാൽ പിന്നെ കാനഡ. അകപ്പാടം 41 മില്യൺ, ഏകദേശം കേരളത്തിൻ്റെ പോപ്പുലേഷനേ ഉള്ളൂ എന്നുള്ളതാണ് കാനഡയെ പറ്റി ജനറൽ ആയിട്ടുള്ള വിഷയം എന്ന് പറയുന്നത്. പക്ഷേ കാനഡയുടെ എക്കോണമി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധമാണ് കാനഡയുടെ ഏറ്റവും വലിയ ട്രേഡ് എന്ന് പറയുന്നത്. കാരണം 80% കാനഡയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ് പോകുന്നത്. പിന്നെ വേറൊന്ന് ആലോചിക്കണം, നമ്മളിപ്പോഴും ഈ ഒരു G7 രാജ്യം എന്നൊക്കെ പറയുമ്പോഴും കാനഡയുടെ ടോട്ടൽ എക്കോണമി എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു സ്റ്റേറ്റായ കാലിഫോർണിയയുടെ പകുതിയോ. കാനഡയുടെ GDP-യേക്കാളും ഉയർന്ന GDP ഉള്ള 3 സംസ്ഥാനങ്ങൾ അമേരിക്കയിലുണ്ട്: ടെക്സസ്, ന്യൂയോർക്ക്, കാലിഫോർണിയ. അപ്പം നമ്മൾ വലിയൊരു സംഭവമൊന്നുമല്ല. പക്ഷേ കാനഡ എന്ന് പറയുന്നത് ഈ പറയുന്നത് അമേരിക്കയുടെ ഒരു സാമീപ്യം, അമേരിക്കയുടെ പ്രോക്സിമിറ്റിയാണ് കാനഡയുടെ പ്രധാന വിജയം എന്ന് പറയുന്നത് തന്നെ. 80% നമ്മുടെ പ്രധാന എക്സ്പോർട്ട് എന്ന് പറയുന്നത് ഓയില്, മിനറൽ, ടെക്നോളജി, മൈനിങ് പ്രോഡക്ട്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, റബ്ബർ, അങ്ങനെയൊക്കെയുള്ള സാധനമാണ് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പിന്നെ ന്യൂയോർക്ക് സിറ്റി പവർ കൊടുക്കുന്ന കാനഡയിലെയോ? അതെ, അതൊരു പ്രധാന വിഷയമാണ്. ന്യൂയോർക്ക് സിറ്റിക്ക് പവർ കൊടുക്കുന്ന പറയുന്നത് അത് എല്ലാം വളരെ പൊളിറ്റിക്കലാണ് ഇത്തരം വിഷയങ്ങളെന്ന് പറയുന്നത്. കാര്യം നയഗ്ര ഫോൾസ് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് അമേരിക്കയുടെ ചില നോർത്തേൺ സ്റ്റേറ്റ്സിലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിലും അതൊരു ഓർഡിനേറ്റ് സംവിധാനം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കുന്നതിന് സംശയമൊന്നുമില്ല. പക്ഷെങ്കിൽ കാനഡയെ സംബന്ധിച്ചോളം കാര്യം, ട്രംപിന് 2ാം വരവ് വീണ്ടും ആദ്യത്തെ ഒരു വിക്ടിം എന്ന് പറയുന്നത് കാനഡയായിരുന്നു. എന്തുകൊണ്ടാണ് കാനഡ അതിനകത്തൊരു പ്രധാന വിഷയമാകുന്നതെന്ന് ചോദിച്ചാൽ, അല്പം കൂടെ ഒരു ബാക്ക് സ്റ്റോറി. അതായത് ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നല്ലോ വളരെ നാൾ ഇവിടെ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നത്. ജസ്റ്റിൻ ട്രൂഡോ നോക്കാൻ നമ്മളൊരു എന്താ പറയുന്ന ഒരു തലമുറകളുമാകെ ഒരു നേതാവ്, ഒരു നമ്മുടെ രാഹുൽ ഗാന്ധിയെ പോലെ കണ്ടാൽ മതി. ഒരു ഷൂട്ട് നേതാവൊന്നുമല്ല. ഇനിഷ്യലി ഒരു ക്രൗഡ് ആയിരുന്നെങ്കിലും ഒരിക്കലും പക്ഷേ ട്രംപിന് അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. മാത്രമല്ല ഒരു ലിബറൽ ഒരു സംവിധാനം ഒരിക്കലും ആ ഒരു കൺസർവേറ്റീവ് US-ലെ ട്രംപ് നയിക്കുന്ന കൺസർവേറ്റീവ് സംവിധാനത്തോട് യോജിക്കുന്നതല്ല. പക്ഷെങ്കിൽ വളരെ സ്റ്റാമിങ് ആയിട്ട്, അത് കേപ്പബിളായിട്ട് നമുക്കൊരു ലീഡർ ഉണ്ടായിരുന്ന കൺസർവേറ്റീവ് എന്ന് പറയാൻ ഒക്കുന്നത് പിയർഫുൾ ഒന്നും. പക്ഷേ ഇത് വളരെ സ്മാർട്ടാണ്, വളരെ ഷാർപ്പാണ്, വളരെ ടു പോയിന്റ് ആണ്. പക്ഷേ അബദ്ധം പറ്റിയത് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, ഇലക്ഷൻ വരുമ്പോൾ ഉറപ്പായിട്ടും പിയറിൻ്റെ കൺസർവേറ്റീവ് പാർട്ടി ജയിക്കും എന്ന സ്റ്റേജിൽ ഇരിക്കുമ്പോഴാണ് അവസാന നിമിഷം ഈ ജസ്റ്റിൻ ട്രൂഡോ മാറിയിട്ട് പകരം മാർക്കാണിയെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റ് കൊണ്ടിരുന്നത്. അതുവരെ പിയറിന് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത് ലിബറൽ പാർട്ടിയുള്ള നയങ്ങളെ അല്ല വിമർശിച്ചത്, പകരം ജസ്റ്റിൻ ട്രൂഡോ വിമർശിച്ചുകൊണ്ടിരുന്നത് ഇൻഡിവിജ്വൽസിനെ. അപ്പോൾ ഗോൾ പോസ്റ്റ് മാറി ലാസ്റ്റ് മിനിറ്റിൽ. അതിനോടൊപ്പം ട്രംപ് ഒരു പരിധി വരെ കൺസർവേറ്റീവായിട്ടുള്ള ഈ പിയർ പുള്ളിയുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിലും മാർക്കാണി വന്നപ്പം ട്രംപ് കണ്ട, അത് എൻ്റെ വ്യക്തിയുടെ ഒരു അഭിപ്രായമാണ്, കണ്ടൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, മാർക്കാണി ഒരു പൊളിറ്റീഷ്യൻ ആയിരുന്നില്ല. പുള്ളി ഒരു ഇവിടെ കാനഡയുടെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ആയിരുന്നു.
UK ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലെ ഗവർണറായിരുന്നു. അവിടെയാണ് ഈ പറഞ്ഞ ടെലിഗ്രാഫൊക്കെ പറയുന്നത് UK നിന്നും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പുള്ളി കഴിഞ്ഞില്ല. പ്രത്യേകിച്ച് ബ്രെക്സിറ്റിന്റെ സമയത്ത് ഇവിടെ അഭിപ്രായങ്ങളൊന്നും അത്ര ശരിയായില്ല എന്ന് അവർക്കും അഭിപ്രായമുണ്ട്. പിന്നെ പുള്ളി ഇൻവെസ്റ്റ്മെന്റ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്ക് അല്ല, അതിനകത്ത് ഷിജുവിൽ ഇടപെടുക. അതിൻ്റെ ഒരു സംഭവമുണ്ട്. ഇപ്പം അമേരിക്കൻ ടാരിഫുമായി ബന്ധപ്പെട്ട കനേഡിയൻ പ്രോഡക്റ്റ് യൂറോപ്പിനെ കൊണ്ട് കാരണം അയാൾ പബ്ലിക്കായിട്ട് പറഞ്ഞതാണ് യൂറോപ്പുമായിട്ട് ബന്ധത്തിൽ പോകും. അപ്പോൾ ആ ഒരു സമയത്ത് EU രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് തെറ്റി നിൽക്കുകയാണ് ടാരിഫ്. പിന്നീട് ഇവരെല്ലാം അമേരിക്കയായിട്ട് ടൈപ്പ് വന്ന് ട്രംപുമായിട്ട് വന്ന് 0 ടാരിഫിലോട്ട് പോയി. അവരങ്ങ് സെറ്റിലായി. പക്ഷെ കാനഡ സെറ്റിലായാലും യൂറോപ്പിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതും ആ ആർട്ടിക്കിളിൽ അത് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ഇവർക്ക് എന്താണ് പറ്റിയത്. കാരണം ഈ എക്സ്പെക്റ്റേഷൻസ് ഒന്നും എന്തുകൊണ്ടാണ്. പിന്നെ അടുത്തൊരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇത്രമാത്രം ലേ ഓഫ് ഉണ്ടായത് കാനഡയ്ക്ക്? അതെ, അതിലേക്ക് വരാം. അതായത് ഫസ്റ്റില് ഈ കാണി വരുമ്പോഴും ഒരു പബ്ലിക് ലീഡർ എന്ന നിലയിൽ കാണി ഒരു എൽബോ അപ്പ് എന്നാണ് പുള്ളി ഈ ഹോക്കിക്കകത്തുള്ള സംവിധാനമാണ് കൈ ഉയർത്തി പിടിക്കുന്നത്. ട്രംപിന് നേരെ നമ്മൾ എന്താ പറയുന്നൊരു ചില വിരിച്ച് നമ്മൾ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയെങ്കിലും അതൊന്നും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല വളരെ ട്രംപിൻ്റെ ഒരു പ്രഭാവത്തിന് മുമ്പിലൊന്നും കാണിയൊന്നും പിടിച്ചിരിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷെ എന്തുകൊണ്ട് ഈ ടാരിഫ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ട്രേഡ് നെഗോസിയേഷൻ കൺക്ലൂഡ് ചെയ്യപ്പെടുന്നില്ലെന്ന് ചോദിച്ചാൽ പ്രധാന വിഷയമുള്ളത് ട്രംപിന് എപ്പോഴും ട്രേഡ് ഒരു ആയുധമാണ്. കാനഡയുമായിട്ട് പ്രധാനമായിട്ട് വലിയ വിഷയങ്ങളൊന്നുമില്ല. കാരണം കാനഡയ്ക്ക് അമേരിക്കയെ കൂടാതെ മുമ്പോട്ട് പോകാൻ ഒക്കത്തിലമായിട്ട് ഉറപ്പാണ്. കാരണം അമേരിക്കയ്ക്ക് പോകുന്ന പ്രോഡക്റ്റ് പകരം ഒരു ഓൾട്ടർനേറ്റ് മാർക്കറ്റ് കാനഡയിൽ കണ്ടുപിടിക്കാമെന്ന് കരുതിയാൽ ആൽബർട്ടയാണ് പ്രധാനമായിട്ട് ഓയിൽ പ്രൊഡ്യൂസിങ് പ്ലേസ് എന്ന് പറഞ്ഞ കാനഡ സെൻട്രൽ പാർട്ട് ഓഫ് കാനഡയാണ്. ഇവിടെ നിന്ന് പസഫിക്കിലോ അറ്റ്ലാന്റിക്കിലോ ചെല്ലണം ഓയിൽ. അതായത് വളരെ നാളുകൾക്ക് ശേഷം പസഫിക്കിലേക്ക് ഒരു മൗണ്ടൻ പൈപ്പ്, നമ്മുടെ ട്രാൻസ് മൗണ്ടൻ ഒരു പൈപ്പ് ലൈൻ ഉണ്ട്. അത് ആകെപ്പാടെ ഒരു 900 മില്യൺ ബാരലോ മറ്റോ 900,000 5.4 മില്യൺ ബാരലാണ് നമ്മുടെ പ്രൊഡക്ഷൻ. അതിൻ്റെ വളരെ ചെറിയൊരു അംശം മാത്രമേ നമുക്ക് എത്തിക്കാൻ കഴിയുന്നുള്ളൂ. അപ്പം നമുക്ക് ഈസ്റ്റിലോട്ടോ വെസ്റ്റിലോട്ടോ കടലിലോട്ടോ എത്തിക്കാൻ പോലും കഴിയുന്നില്ല. ഇത് US കൊടുത്തിട്ട് US റിഫൈൻ ചെയ്തിട്ട് US റിഫൈൻ ചെയ്താണ് കാനഡയുടെ ഈസ്റ്റേൺ സ്റ്റേറ്റ്സിൽ പോലും പെട്രോൾ സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രേഡാണ് നിന്ന് പോയിരിക്കുന്നത്. അപ്പോൾ പകരം നമ്മുടെ ഓൾട്ടർനേറ്റ് മാർക്കറ്റ് കണ്ടുപിടിക്കുന്നത് തികച്ചും അപ്രായോഗികമാണ്. വരുന്ന 5-10 വർഷത്തേക്ക് നടക്കുന്ന കാര്യമല്ല. പക്ഷേ എന്നിരുന്നാൽ എല്ലാം നമ്മൾ ഇപ്പം ട്രംപ് പറയുന്നത് എന്താണ്, കാനഡയുടെ ഭാഗത്ത് നിന്ന് ഫെന്റനോൾ വരുന്നു, മയക്കുമരുന്ന് വരുന്നു, ഇതൊക്കെയാണ് ഈ ടാരിഫ് ഉണ്ടാക്കാനുള്ള വിഷയമെങ്കിലും അതൊന്നും അധികം എത്രമാത്രം സത്യമെന്ന് നമുക്ക് ചിന്തിക്കണം. അതിൻ്റെ സാധ്യത വളരെ കുറവാണ്. അല്പമൊക്കെ എന്തെങ്കിലും ഒരു നീണ്ട ലാൻഡ് ബോർഡർ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇലീഗൽ മീൻസ് കടന്നിരിക്കാം. പക്ഷേ സദേൺ സൈഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവ്. എന്നിരുന്നാലും മെക്സിക്കോയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാനഡയിൽ നിന്ന് അത്ര വരുന്നു. ഇന്നലെ ട്രംപ് തന്നെ സംഭവിക്കുന്ന കാര്യം. അതെ, ബൈഡന്റെ കാലത്ത് മെക്സിക്കോ സൈഡിൽ കൂടെ ആൾക്കാർ വരുന്നു, തൃശ്ശൂർപ്പെടുന്ന ആൾ വരുന്ന പോലെ ആയിരുന്നു. ഇതൊക്കെ വലിയ ഒരു തുറന്ന ഓപ്പൺ ബോർഡർ ആയിരുന്നു. പക്ഷെ ഈ കാനഡയിൽ അങ്ങനെ സംഭവിക്കാറില്ല. പക്ഷെ എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ കാനഡ അമേരിക്ക, അതായത് ഈ ഗ്ലോബൽ ഓപ്പൺ മാർക്കറ്റ് വന്ന സമയത്ത് വളരെ അശ്രദ്ധമായിട്ട് അമേരിക്ക ഭരിച്ച ചില പ്രസിഡന്റുമാർ കാരണം എന്ന് തന്നെ ഞാൻ പറയാം. എന്നിട്ട് അത് ശരിയായ വിഷയം തന്നെയാണ്. നമ്മൾ കാനഡ, അമേരിക്ക, മെക്സിക്കോ ചേർന്ന് നാഫ്ത എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് സൈൻ ചെയ്തത്, അതായത് നോർത്ത് അമേരിക്ക ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് 94 വരുന്നത്. അതിനകത്ത് അമേരിക്കയുടെ പ്രശ്നം പറഞ്ഞാൽ ഏകദേശം 7 ലക്ഷത്തോളം തൊഴിലാണ് അമേരിക്ക നഷ്ടപ്പെട്ടത്. അപ്പോൾ കാരണം മെക്സിക്കോ ലേബർ ചീപ്പാണ്, അല്ലെങ്കിൽ കാനഡയെ മാനുഫാക്ചർ ചെയ്യുക. അപ്പോൾ കാനഡയിലും മെക്സിക്കോയിലേക്കുമായിട്ട് പ്രധാനമായിട്ട് ഓട്ടോ ഇൻഡസ്ട്രി ഒരുപാട് പോയി. ഇത് കണ്ടാണ് ഫസ്റ്റ് ടൈമിൽ ട്രംപ് വരുന്നത്. ഇപ്പം ട്രംപ് വന്നപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ്, ഇത്രയും പ്രശ്നങ്ങളില്ലെങ്കിലും കോവിഡൊന്നും വന്നിട്ടില്ല, ചൈനയുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്ന വിഷയം ഉണ്ടായിട്ടില്ലെങ്കിലും ഏറ്റവും വളരെ മോശമായൊരു ട്രേഡാണ് നാഫ്ത എന്ന് പറയുന്നത്. അത് റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് ബലം പിടിച്ച് USMC എന്നൊരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഈ USMC എഗ്രിമെന്റിന്റെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 6 വർഷം കഴിയുമ്പോൾ റീനെഗോഷിയേറ്റ് ചെയ്യണം. ആ റീനെഗോഷിയേറ്റ് വരുന്നത് 1 ജൂലൈ 2026 ആണ്. സൺസെറ്റ് ക്ലോസ് എന്നൊരു ക്ലോസ് ഉണ്ട്, ഒരു ടെക്നിക്കൽ ഭാഗമാണ്. അതായത് നമ്മൾ 6 വർഷത്തിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇത് നാച്ചുറലായിട്ട് ഇത് എക്സ്പയർ ആകും. അതിന് പകരം ഈ ജൂലൈ 1-ാം തീയതി വരുന്ന ഈ ഒരു നെഗോസിയേഷൻ ഏർലി ആക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ആ USMCയുടെ നെഗോസിയേഷന് വേണ്ടിയാണ് ട്രേഡ് ഡീൽ സൈൻ ചെയ്യാത്തത്. അല്ലാതെ ട്രംപ് ഒരിക്കലും
കാനഡയെ ദ്രോഹിക്കുകയോ കാനഡക്കാരുടെ ശത്രുവാകത്തോ ഇല്ലെന്ന് മാത്രമല്ല, മറ്റൊരു രാജ്യത്തെ പോലെ, ഒരു സൗത്ത് ആഫ്രിക്കയെ പോലോ മറ്റേതെങ്കിലും രാജ്യത്തെ പോലെ കാനഡയെ പരിപൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും ഒക്കത്തില്ല. കാരണം ഏറ്റവും നിന്റെ ലാൻഡ് ബോർഡർ രാജ്യം ഇതെങ്കിലും തുറന്നിട്ട് കഴിഞ്ഞാൽ ഇത് നാളെ ചൈനയുടെ ആധിപത്യമോ മറ്റാരെങ്കിലും വരികയാണെങ്കിൽ അത് ഇതിനേക്കാളും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ ഇത്രയും അവർക്ക് ബേസിക്കലി കനേഡിയൻ അഡ്മിനിസ്ട്രേഷൻ അവരൊന്നും ഇത്ര ആൻറ്റിസിപ്പേറ്റ് ചെയ്തില്ല ട്രംപ് ഇത്രയും ചെയ്യുമെന്നുള്ളത്. പക്ഷേ മാത്യു, ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പം നമ്മൾ കനേഡിയൻ എന്ന് പറയുമ്പോഴും അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുമ്പോഴും ഒക്കെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഒരു എക്കണോമിക് പവറിന് മുമ്പിലോ അല്ലെങ്കിൽ ഒരു മിലിറ്ററി പവറിന് മുമ്പിലോ ഒരു മൈറ്റിന്റെ മുമ്പിലോ ഒന്നുമല്ല. നമ്മൾ ആലോചിക്കുക, GDP നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയുടെ GDP എന്ന് പറയുന്നത് ഈ നമ്മൾ ലോകത്തുള്ള ഒരുപാട് രാജ്യങ്ങളെതിരാണ് UN വരുമ്പോൾ കൈപൊക്കും വോട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞാലും ലാസ്റ്റ് വരുന്ന 180 രാജ്യങ്ങളുടെ GDP ഒരുമിച്ച് കൂട്ടിയാൽ അമേരിക്കയോടൊപ്പം വരത്തില്ല. അതാണ് സത്യം. അപ്പൊ വലിയൊരു ഡിസ്പാരിറ്റി ഉണ്ട്. ഇപ്പം ഈ അടുത്ത സമയത്ത് സൗത്ത് ആഫ്രിക്ക വന്ന സൗത്ത് ആഫ്രിക്കയുടെ ഭാഗം പറഞ്ഞു കേട്ടു. സൗത്ത് ആഫ്രിക്ക G20 വരുന്നതേ ഇല്ല. 35ാമത്തെ എക്കോണമിയാണ്. ഇന്ത്യയാണ് G20 ആഫ്രിക്കൻ രാജ്യത്തെ നിലയിലേക്ക് കൊണ്ടുവന്നത്. കമ്പനി പറഞ്ഞ അടുത്ത വർഷത്തെ G20 പുള്ളിയെ ഉൾപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് ഈ പറയുന്ന പോലെ നമുക്കൊരു നാച്ചുറൽ നെഗോസിയേഷന് പറ്റിയ ഒരു രാജ്യമല്ല അമേരിക്ക. അമേരിക്കയുടെ സ്ട്രെങ്ത്, അമേരിക്കയുടെ ആ മൈറ്റ് എന്ന് പറയുന്നത് അമേരിക്ക ഫസ്റ്റ് തന്നെയായിരുന്നു ട്രംപിന്റെ ഒരു പോളിസിയും. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള നമുക്ക് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യപ്പെടുന്നതെന്ന് പറയുന്നത് ഓട്ടോ ഇൻഡസ്ട്രി. ലേ ഓഫ് വരുന്ന കാര്യം പറഞ്ഞു പറയുകയാണ്. ഓട്ടോ ഇൻഡസ്ട്രി ഇവിടെ ഓട്ടോ പാർട്സ് മാനുഫാക്ചർ ചെയ്ത് അമേരിക്കയിൽ അയക്കുന്നു. അമേരിക്കയിൽ അത് ഒരു ഫിനിഷ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നു. ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെങ്കിലും ഇതിനാണ് ഹയർ ടാരിഫ് ഉള്ളത്. അല്ല, അത് എയർക്രാഫ്റ്റ് സ്റ്റീലിന്റെ പ്രോഡക്റ്റ്, അലൂമിനിയം സ്റ്റീൽ, അതിന് ടാരിഫ് വന്നു കഴിയുമ്പം അവിടെ അത് സാധനം ഉണ്ടാക്കി അമേരിക്കയിൽ അയക്കുകയോ ഇതാണ് ചെയ്യുന്നത് ഈ സംഭവം. ബ്രിട്ടീഷ് കൊളംബിയയിൽ അലൂമിനിയം മാനുഫാക്ചർ ചെയ്യുന്ന ഈ സ്ഥലങ്ങളൊക്കെ പറയുന്ന മൈൻ ഏരിയ എന്നൊക്കെ പറയുന്നത് കിറ്റിമാറ്റ് എന്നൊക്കെ പറയുന്ന ഏരിയ ഉണ്ട്. ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ആയ സ്റ്റേജിലാണ്. കാര്യം എങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇപ്പൊ ശരിയായിട്ടും കാനഡയുടെ എക്കോണമി അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് ക്വാർട്ടർ റിപ്പോർട്ടുണ്ട്. സെക്കൻഡ് ക്വാർട്ടർ കാനഡ റിപ്പോർട്ടിനകത്ത് കാനഡയുടെ ഓട്ടോ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ 24% കുറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ ജനറൽ മാനുഫാക്ചറിങ് 18.5% കുറഞ്ഞിരിക്കുന്നത്. ലേ ഓഫ് എത്ര കാണിക്കുന്നത്? ലേ ഓഫിന്റെ നമ്പേഴ്സ് എൻ്റെ ഇല്ല, കാര്യമായിട്ട് നോക്കിയിട്ടില്ല. ലേ ഓഫ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്കകത്ത് ലേ ഓഫ് ഉണ്ട്. പക്ഷെ ആ ഒരു ഫുൾ ഫ്ലെഡ്ജ് ലേ ഓഫിലേക്ക് കാനഡ വന്നിട്ടില്ല. കാര്യം എല്ലാ ദിവസവും പ്രതീക്ഷയാണ്. നമുക്കും അറിയാം, കാനഡക്കാർക്കും അറിയാം അമേരിക്ക ശത്രുവല്ലെന്ന്. അല്ല, അത് കഴിഞ്ഞിട്ട് അമേരിക്കൻ പ്രോഡക്റ്റ് കനേഡിയൻസ് ബോയ്ക്കോട്ട് ഇതൊക്കെ ചുമ്മാ തമാശയായിരിക്കും ആ സംഭവം. ചുമ്മാ കോസ്കോയിലും കമ്പനികൾ അമേരിക്കൻ കമ്പനികൾ കോർപ്പറേഷൻസ് അല്ലേ അവരെ ഭരിക്കുന്നത്. അപ്പം അതൊക്കെ തമാശയായിട്ട് എനിക്ക് ഗിമിക്സ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ. അതെ. ഇപ്പൊ നമ്മളിപ്പം നാട്ടിൽ നിന്ന് വിദേശത്ത് പഠിക്കാനായിക്കിരുന്ന് പറയുന്ന നേതാക്കന്മാരുടെ മക്കൾ ഇവിടുന്ന് വരത്തിയുള്ളൂ. അതിനകത്ത് കാര്യമൊന്നുമില്ല. വേറെ കാര്യം ചേട്ടാ, അപ്പം കഴിഞ്ഞ ക്വാർട്ടറിലെ കഴിഞ്ഞ വർഷത്തെ നോക്കുമ്പോഴേ കാനഡയിലോട്ടുള്ള ഇന്ത്യൻ സ്റ്റുഡൻസും ഗ്ലോബൽ സ്റ്റുഡൻസും ഏകദേശം വലിയ രീതിയിലാണ് ഡിക്ലൈൻ ചെയ്തിരിക്കുന്നത്. കനേഡിയൻ യൂണിവേഴ്സിറ്റിയുടെയും ഗവൺമെൻറ്റിൻ്റെ എമിഗ്രേഷൻ പോളിസി, അതേപോലെ തന്നെ അവിടെ ജോബിൻ്റെ സംഭവം. ഇത് കനേഡിയൻ എഡ്യൂക്കേഷൻ, കാരണം അതിൻ്റെ പണം എടുത്തിട്ടാണ് കനേഡിയൻ അവിടുത്തെ എഡ്യൂക്കേഷൻ നടത്തിയത്, അതിനെ ബാധിക്കുമോ? അത് വലിയൊരു വിഷയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല ദിവസങ്ങൾ സംസാരിക്കുന്ന വിഷയമാണ്. ശരിക്കും എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റിൻ ട്രൂഡോയുടെ കഴിഞ്ഞ മിനിസ്ട്രിക്കകത്ത് NDP എന്ന് പറയുന്ന പാർട്ടി ഒരു അലയൻസ് പാർട്ട്ണറായിരുന്നു. കാര്യം അവരുടെ വോട്ടുണ്ടെങ്കിൽ നിലനിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ജഗ്മീത് സിംഗ് എന്ന് പറഞ്ഞൊരു പഞ്ചാബിയായിട്ടുള്ള തലയെക്കെട്ടുള്ള താടി വളർത്തിയ ഒരു ദേഹം ആയിരുന്നു അതിന്റെ നേതാവായിട്ടുണ്ടായിരുന്നു. ഒരു പരിധി വരെ NDPയുടെ ഒരു പ്രോഗ്രാമായിരുന്നു ഈ കനേഡിയൻ എഡ്യൂക്കേഷനിലേക്ക് ഉണ്ടായ ഈ സർജ് എന്ന് പറയുന്നത്. അത്ഭുതപ്പെട്ടു പോകും. മിക്ക പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഉണ്ട്, ലോകത്തിലെ 1ാം യൂണിവേഴ്സിറ്റി ഉണ്ട്. അവിടെയൊക്കെ പഠിക്കണമെങ്കിൽ ഏകദേശം $2 ലക്ഷത്തോളം വിദേശ ഒരു വർഷം കൊടുക്കണം. അവിടേക്കല്ല ഇപ്പോഴുള്ള ഈ കുട്ടികൾ വരുന്നത്. ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറഞ്ഞ കോളേജുണ്ട്. അങ്ങനെയുള്ളതും ക്രെഡിബിൾ ആയിട്ടുള്ള കോളേജുണ്ട്. അത് മോശമൊന്നുമല്ല. പല കോളേജുകളും ഈ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നല്ല കോളേജുകളാണ്. പ്രത്യേകിച്ച് ആനിമേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ളത്. പക്ഷേ ഒരു സമയത്ത് പ്രത്യേകിച്ച്
ടൊറന്റോ ഏരിയയിലൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. പല കോളേജുകളും നടന്നത് വെറും നമ്മുടെ നാട്ടിൽ പണ്ട് പാരലൽ കോളേജ് നടക്കുന്നത് പോലെ ഒരു ബോർഡ് വെച്ച ശേഷം അവിടേക്ക് പിള്ളേരെ കൊണ്ടുവന്നു. അവിടെ നടത്തുന്ന കോഴ്സുകളെന്ന് പറഞ്ഞ കേടുകളാണെന്ന് മാത്രമല്ല ഇവിടേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു ഇമിഗ്രേഷൻ്റെ ഒരു തന്ത്രം മാത്രമായിരുന്നു. ഒരാളെ കൊണ്ടുവരാൻ ഒരു കോളേജുകളോ പല കോളേജുകളും ഈ വർഷം പല കോളേജുകളുടെ ഈ എക്സ്റ്റെൻഡഡ് ക്യാമ്പസുകൾ ഇത്തരം കോളേജുകൾ അടച്ചുപോയി. അത് മാത്രമല്ല തീരെപ്പെടുന്നൊരു കാര്യം എന്ന് പറയുന്നത് പല പിള്ളേരും കടമെടുത്താണല്ലോ വന്നേക്കുന്നത്. അപ്പം അവരുടെ ഒരു 3 വർഷം കഴിയുമ്പോൾ നമുക്കൊരു PR-ന് ഒരു വർക്ക് പെർമിറ്റ് കിട്ടും. കോഴ്സ് വരുമ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടും. വർക്ക് പെർമിറ്റ് കഴിഞ്ഞാൽ PR പെർമനന്റ് റെസിഡൻസ് വന്ന് PR കിട്ടും. അതിനുശേഷം നമുക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അതായിരുന്നു പലരുടെയും മാർഗമെങ്കിലും ഒട്ടുമിക്ക പേരുടെയും അതിനുള്ള സാധ്യതകളുടെ കുറവാണ് ഇപ്പം. കാരണം ഒരു ഇന്ത്യൻ ഇൻഫ്ലക്സ് എന്ന് പറയുന്നത്, ഇന്ത്യക്കാരുടെ ഒരു അതിപ്രസരം എന്ന് പറയുന്നത് ലോകമെമ്പാടും ഈ ഒരു നെഗറ്റീവ് മാർക്കുണ്ടല്ലോ ഇപ്പം. അതൊരു വിഷയമാകും. അല്ല, എൻ്റെ ചോദ്യം അതന്നെ. രണ്ടാമത് അത് ഇന്ത്യക്കാർ ഇത്രയും വിദേശ സ്റ്റുഡൻസ് ഇത്രമാത്രം ഡിക്ലൈൻ ചെയ്ത് കഴിഞ്ഞപ്പം കാനഡയിലുള്ള കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഫ്രീ ആയിട്ടുള്ള അതിനെ ബാധിക്കുമെന്ന് എൻ്റെ ചോദ്യം. ഇല്ല, കാനഡയുടെ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയെ ബാധിക്കത്തില്ല എന്നുള്ളത് ഉറപ്പായിട്ടൊരു വിഷയമാണ്. അതായത് കാരണം ഇവരുടെ ഇതൊരു വലിയ ഇൻകം ആണെങ്കിലും ഈ ഇൻകം ഒരു മെയിൻ സ്ട്രീമിലേക്ക് വരുന്നുണ്ടെങ്കിൽ, അതായത് പ്രധാനപ്പെട്ട കോളേജുകളിലേക്ക്, പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ, അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി, പേരൊന്നും പറയുന്നില്ല, അറിയപ്പെടുന്ന യൂണിവേഴ്സിറ്റി വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് വരുന്ന കുട്ടികളുടെ എണ്ണത്തിനകത്ത് കുറവൊന്നുമില്ല. അതൊക്കെ സമ്പന്നരായിട്ടുള്ള പേ ചെയ്യാൻ കഴിവുള്ളവരാണ് മിക്കവരും അവിടേക്ക് വരുന്നത്. അല്ലെങ്കിൽ അതിന് ഒരു ക്രെഡിബിൾ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. മറ്റേതെന്ന് പറയുന്നത് ഇമിഗ്രേഷന് കണ്ട ഒരു വളഞ്ഞ വഴി മാത്രമായിരുന്നു ഈ പറയുന്ന ഈ എഡ്യൂക്കേഷൻ സംവിധാനം എന്ന് പറയുന്നത്. അത് നിർത്തലായി, അതിന് ഓപ്പൺ ആകത്തുമില്ല. കാരണം ഇവർ വന്നത് കാരണം സംഭവിച്ചതെന്ന് പറയുന്നത് ലേബർ മാർക്കറ്റിൽ കാര്യം ഇവർക്ക് 20 മണിക്കൂറേ ഈ സ്റ്റുഡൻ്റ് ആയിട്ട് ജോലി ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ ഇനി 20 പെർമിറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുന്ന മിക്ക ഇൻഡസ്ട്രികൾ, മിക്ക കമ്പനികൾ, പറഞ്ഞാൽ ക്രെഡിബിൾ കമ്പനികളൊന്നും അല്ല, പ്രത്യേകിച്ച് ഇന്ത്യക്കാരെ നടത്തുന്ന പോലത്തെ കമ്പനികളൊക്കെ കഴിഞ്ഞാൽ അവരിവരെ ക്യാഷ് ജോബിന് നിയമിക്കും. ഇപ്പോൾ 20 മണിക്കൂറുകളെങ്കിലും ക്യാഷായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്കൊട്ട് സെയിം ഇല്ല, ഒന്നും പറയാനും ഒക്കത്തില്ല. അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യും, കുറഞ്ഞ വേതനം കൊടുക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇത്രയ്ക്ക് തൊഴിലിനകത്ത് ആ മാർക്കറ്റിലാണ് ഒരു ഗ്യാസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു കൺവീനിയൻസ് സ്റ്റോറിലോ ഒക്കെ അത്തരം ജോലികളൊക്കെ ആണെങ്കിലും ഇത്തരം ജോലികൾ കൺവീനിയൻസ് ഇല്ലാതാണ്. അതിന് പുറമെ ഇത്രയേറെ നമ്പേഴ്സ് ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഹൗസിംഗ് മാർക്കറ്റിനകത്ത് വലിയൊരു ഡിമാൻഡ് ഉണ്ടായി. കാര്യം ഇവിടെ വന്ന് താമസിക്കാൻ വേണ്ടി വാടക കിടക്കുന്നത്, ഇവിടെ താമസിക്കുന്നത്. അപ്പം ഇതുമായിട്ട് മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ട്. അതായത് ഒരു വീട്ടിൽ നിയമപരമായിട്ട് താമസിക്കാൻ പറ്റിയ ആൾക്കാരുടെ എണ്ണം ഒരു ഡെവലപ്ഡ് സൊസൈറ്റി ആണല്ലോ. അതിനകത്ത് 4-5 പേര് താമസിക്കുന്ന വീടുകൾക്കകത്ത് 20-22 പേരുള്ള ആൾക്കാർ താമസിക്കുന്നത്. ഇവരുടെയൊക്കെ വീടിൻ്റെയൊക്കെ ബേസ്മെൻറ്റ് പോയി കണ്ടാൽ ഞെട്ടിപ്പോവും. ആണും പെണ്ണും വ്യത്യാസമില്ലാതെ ഇങ്ങനെ താമസിക്കുന്നത്. ഏജൻസികൾ അപ്പാടൊക്കെ അയക്കുന്നത്. ഈ ഏജൻസികളെ പറ്റി അന്വേഷിക്കുന്നത്. ഏജൻസികൾ വളരെ ഡിസോണസ്റ്റ് ആയിട്ടാണ് ഇവർ നടത്തുന്നത്. ഞാൻ ഒരിക്കലും കേരളത്തിൽ വെച്ച് ഒരു പ്രധാനപ്പെട്ട ഏജൻസിയുടെ ഒരു ഫ്രീ ആയിട്ട് വേണ്ടത് ഞങ്ങളുടെ ഒരു മീറ്റിംഗ് ഒക്കെ ഇന്ന് പോയി. ഇപ്പോൾ വെറുതെ കഴിഞ്ഞപ്പോൾ ഞാൻ സമയം കളയാണെന്ന് എനിക്ക് അതിനപ്പോൾ ഒരു 10,000-2,000 ആളുണ്ട്. എന്നാൽ 1,000 പേരെന്ന് കൂട്ടിക്കുന്നു. വലിയ 2,500 പേരുണ്ട്. വലിയൊരു ഹാളിലാണ് നടത്തുന്നത്. ഒരാളെ പ്രസംഗിക്കുകയാണ്, കാനഡയെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഞാൻ കേൾക്കുന്ന ഞാൻ തമാശയായിട്ടൊന്നും പറയും, ഒരു 20% ശരിയും 80% കള്ളവും പറയാൻ. അല്ല, അത് ബിസിനസ് ആണല്ലോ. കാരണം അല്ലെങ്കിൽ ഇതൊക്കെ പറയുന്ന പിള്ളേർ വരുന്നില്ലല്ലോ. എൻ്റെ ചോദ്യം ഇതല്ലേ. ഇപ്പം വേറെ ചോദ്യത്തിലോട്ട് കിടക്കട്ടെ. ഇന്ത്യക്കാരുടെ കനേഡിയൻ ഡ്രീംസ് അവസാനിക്കാൻ പോവാണ്. ഒരു ഫ്ലോ ഉണ്ടാകത്തില്ല. ഇന്ത്യ എന്ന് മാത്രമല്ല എൻ്റെ അഭിപ്രായത്തിൽ ഒരു വെസ്റ്റേൺ വേൾഡിലേക്കുള്ള ഇമിഗ്രേഷൻ എന്ന് പറയുന്നത് വളരെ സ്കെപ്റ്റിക്കലായിട്ടാണ്, വളരെ സംശയത്തോടെ മാത്രമേ ലോകം കാണുന്നുള്ളൂ. മുൻകാലങ്ങളിൽ നമുക്ക് ഒരു ലേബർ ഫോഴ്സിനെ ആവശ്യമുണ്ടായിരുന്നു. അതിനേക്ക് ആൾക്കാർ വരണമെന്നുണ്ടെങ്കിൽ ഇന്നൊരു പരിധി വരെ ഈ ലേബർ ഫോഴ്സിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റീപ്ലേസ് ചെയ്യും. അതല്ല എൻ്റെ ചോദ്യം തന്നെ. ഇപ്പം ഫിസിക്കലായിട്ടുള്ള പല സർവീസുണ്ട്. കാരണം എല്ലാ രാജ്യത്തിനും വേണ്ടി അത് കാനഡ സഫീഷ്യൻ്റ് ആണോ അല്ലേ? ഇതാണ് ചോദ്യം. തീർച്ചയായിട്ടും മെഡിക്കൽ ഇൻഡസ്ട്രിയൊക്കെ ഇന്ന് എക്കാലവും ഒരു പരിധി വരെ ഇന്ത്യക്കാർ വളരെ ക്രെഡിബിളായിട്ട് ജോലി ചെയ്യുന്നതാണ്. കാര്യം 2 കാരണങ്ങൾ കൊണ്ടുണ്ട്. ഇപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ പണ്ട് തൊട്ടേ എൻ്റെ ഒരു അഭിപ്രായം പല വ്യക്തത എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. പ്രത്യേകിച്ചൊരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പറയുന്നത് നേഴ്സിംഗ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ കൂടെ ഭാവമോ. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഒരു വ്യക്തിയെ കണ്ടപ്പോൾ എന്നോട് ഒരു നാട്ടിലെ ഒരു മെഡിക്കൽ ഇൻഡസ്ട്രി ജോലി ചെയ്യുന്നതാണ്. പുള്ളിക്കാലത്ത് നേഴ്സിംഗ്
അസിസ്റ്റൻ്റായിട്ടുള്ള ജോലി ചെയ്യുന്നൊരു നഴ്സിംഗ് ഹോമിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ജോലി ചെയ്യുന്ന വ്യക്തികൾ അവരോട് വളരെ മോശമായിട്ടാണ് ഈ പ്രായമുള്ള മനുഷ്യരോട് പെരുമാറുന്നത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എന്നോട് അവർ പറയും ഇവർ പറഞ്ഞ് അറ്റൻഡ് ചെയ്തെന്ന് പറയും. എന്നിട്ട് ചോദിച്ചാണ് ഷിജു എനിക്കവരെ കാണുന്നത് നമ്മുടെ അമ്മച്ചിയുടെ കൂട്ടാണ് തോന്നുന്നത്, ഞാൻ എങ്ങനെയൊരു ഉദക്കത്തിൽ പോയി ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത്. ആ ഒരു മനോഭാവം എന്ന് പറയുന്നത് ഇത് നമ്മുടെ മനസ്സിലുണ്ട്. അതൊരു സർവീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പം നമ്മൾ പലപ്പോഴും ഡെവലപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വാളിറ്റീസ്, നമുക്ക് എബിലിറ്റീസ് ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് പറയുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞ ഒരു ക്രിസ്തും ആടി പോലുമാണ്. അതല്ല എൻ്റെ ചോദ്യം, അതല്ലേ. അതേപോലെ തന്നെ കടകളിൽ മിക്ക മറ്റുള്ള ഷോപ്പുകൾ ഈ സംഭവത്തിനൊക്കെ ഫിസിക്കൽ ഹ്യൂമൻ ആണ്. അതിൻ്റെ അകത്ത് ഒന്നും റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല സർവീസിൻ്റെ പല ഭാഗത്തും. അപ്പോൾ അതിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മാൻ പവർ ഉണ്ടോ ഇല്ലേ? കാരണം ഇവിടെ വരാൻ കുട്ടികളൊക്കെ വളരെ ഇല്ലീഗലായിട്ട് പലയിടത്തും പോയി ജോലി ചെയ്ത്, കാരണം അവിടെയൊക്കെ ജോലി വേക്കൻസി ഉണ്ട്. കാരണം അവിടെ റീപ്ലേസ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ല, അതുകൊണ്ടാണ് എടുക്കുന്നത്. കാനഡയ്ക്ക് ആവശ്യമുണ്ട്. കാനഡയുടെ എക്കോണമി എന്ന് പറയുന്നത് മാത്രമല്ല, വളരെ ഗ്രോയിങ് എക്കോണമി ആയതുകൊണ്ടും കാനഡയുടെ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് കുറവായതുകൊണ്ടും തീർച്ചയായിട്ടും കാനഡയിലേക്ക് പുതിയ ആൾക്കാരെ ആവശ്യമുണ്ട്. പക്ഷെങ്കിൽ ആ വരുന്ന ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്ന് വരുമോ എന്ന് സംശയിക്കണം. കാരണം വലിയ എത്നിക് പോപ്പുലേഷനുണ്ട്. നമ്മൾ പലപ്പോഴും ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ പറയുന്ന ഒരു ക്വാളിറ്റി നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നില്ല. അപ്പം ഇന്ത്യൻ എന്ന് പറയുന്ന ആ ഒരു നമ്പർ എന്ന് പറയുന്നത് ഈ കൂടി വരുന്നത് തീർച്ചയായിട്ടും കൺട്രോൾഡ് ആയിരിക്കാനാണ് സാധ്യത. ഇനിയും പുതിയ ഇമിഗ്രേഷൻ കൊടുക്കുകയാണെങ്കിലോ അതായത് പുതിയ സിറ്റിസൺഷിപ്പ് കൊടുക്കുകയാണെങ്കിലോ ഒരു ഇത്തരം പ്രൊഫൈലിംഗ് ഇല്ല എന്ന് പൊതുവെ ഓപ്പൺ ആയിട്ടില്ലെന്നുണ്ടെങ്കിലും എത്രമാത്രം ഇന്ത്യൻസിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാകുന്നത് സംശയമുണ്ട്. കഴിഞ്ഞ 5 വർഷം ഉണ്ടായിരുന്ന ആ ഒരു അഡ്വാൻറ്റേജ് ഇനി ഉണ്ടാകത്തില്ല. ലാസ്റ്റ് ചോദ്യം കൂടി ചോദിക്കട്ടെ, കനേഡിയൻ എക്കോണമി റിവൈവ് ചെയ്യുമോ ഇല്ലേ? കാരണം ഇപ്പോഴത്തേക്കാണ് ഈ പ്രശ്നമൊക്കെ ആയിട്ട് ലേ ഓഫ് നടക്കുന്നു, എക്കോണമി താഴോട്ട് പോകുന്നു, പല ഫാക്ടറികളും അടയ്ക്കുന്നു, അമേരിക്കൻ ടാരിഫിൻ്റെ ഇഷ്യൂ ഇങ്ങനെ മുൻപൊന്നെ നിൽക്കുന്നു. അവസാനം ഒരു സൊല്യൂഷൻ ഉണ്ടാകുമില്ലേ? 100% ഉണ്ടാവും. അതാണ് എൻ്റെ അഭിപ്രായം. ഈ എക്കണോമിക്കിൻ്റെ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നതാണ് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. വളരെ വ്യക്തമായിട്ട് അറിയാം. കാനഡയ്ക്ക് അത്ര ഒരു ഭയമോ ഒരു കനേഡിയൻ കാനഡ ഉള്ളവർക്ക് 2008 ഉണ്ടായതുപോലോ അല്ലെങ്കിൽ 2001 ഉണ്ടായതുപോലോ ഉള്ള ഒരു റെസിഷൻ്റെ സമയത്തുണ്ടായിരുന്നൊരു ഭയം ഇന്നും കനേഡിയൻസ് ഇല്ല. കാരണം എന്ന് പറയുന്നത് ഈ അമേരിക്കയുമായിട്ടൊരു ട്രേഡ് എഗ്രിമെൻ്റ് സൈൻ ചെയ്യും. അത് ഇപ്പം നവംബറിലോ ഡിസംബറിലോ ജനുവരിയിലോ നടന്നില്ലെങ്കിൽ എന്തായാലും സമയവിഭാഗത്തിന് ഉണ്ടാകും. പിന്നെ അമേരിക്കയുമായിട്ടുള്ള പ്രോക്സിമിറ്റി ഒരിക്കലും അമേരിക്ക എന്ന് പറയുന്നത് വളരെ ക്രൂവലായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണെങ്കിലും അമേരിക്ക ട്രേഡ് പാർട്ട്നേഴ്സിനെ ഒരിക്കലും അമേരിക്ക മുഴുവനായിട്ടും ലാഭം മുഴുവൻ അവർക്ക് വേണമെന്നുള്ള ഭാവത്തിലല്ല, മേജർ ലാഭം അവർക്ക് വേണമെങ്കിലും ദേ വിൽ ലീവ് സംതിങ് ഫോർ കാനഡ. അപ്പോൾ കാനഡയ്ക്ക് എന്നും ഞാൻ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു നിർത്താം. കാരണം ഈ ട്രംപിൻ്റെ പോളിസിക്കകത്ത് പുതുതായിട്ട് വരുന്നുണ്ട് ഒരു ഗോൾഡൻ ഡോം, നമ്മുടെ അയൺ ഡോം പോലെ, ഇസ്രയേലിന് മേലുള്ള അയൺ ഡോം പോലെ ഒരു മിസൈൽ റെസിസ്റ്റൻസ് സിസ്റ്റം US ഉണ്ടാക്കുന്നു. അത് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ചിലവുള്ള ഒരു സംവിധാനമാണ്. അത് ട്രംപ് ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. കൂടുതൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയുന്നുണ്ട് കാനഡയെ കൂടെ നടത്തപ്പെടുത്തുമെന്ന്. കാനഡ ഒന്നും സംസാരിച്ചിട്ടില്ല, കാനഡ ഒന്നും ഡിസ്കസ് ചെയ്തിട്ടൊന്നുമില്ല. എങ്കിലും ഇതൊരു ബിഗ് ബ്രദറാണ്, വലിയൊരു ജ്യേഷ്ഠനാണ് പുള്ളി. അതുകൂടെ കരുതിയായിരുന്നു. അപ്പം കാനഡയെ സംബന്ധിച്ച് അമേരിക്കയുമായിട്ടുള്ള പ്രോക്സിമിറ്റിയും അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് റിലേഷൻഷിപ്പും തുടരുമെന്ന് മാത്രമല്ല അത് റീഓപ്പൺ ചെയ്യുക തന്നെ ചെയ്യും. ഓക്കെ, മാക്സിമം ഒരു 3 മാസം. അപ്പം ഏതായാലും റിസഷൻ ഉണ്ടാകാതിരിക്കട്ടെ, കാരണം എല്ലാ ജനങ്ങളെയും ബാധിക്കും. ഇത് മാത്രമേ ഉള്ളൂ എൻ്റെയും പ്രതീക്ഷ. എനിവേ, താങ്ക് യു വെരി മച്ച്. അടുത്തൊരു ചിറ്റ് ചാറ്റുമായിട്ട് കാണാം. താങ്ക് യു മാത്യു. താങ്ക് യു.